ഹലോ എവ്രി വൺ. അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ യൂണിറ്റ് 2ന്റെ ലാസ്റ്റ് ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഏതൊക്കെ ടോപ്പിക്കാന്ന് നമുക്ക് നോക്കിയാലോ. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഇന്റർസെക്ഷനാലിറ്റി. നമ്മൾ എപ്പോഴാ ഇന്റർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം? ഇന്റർ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ, അതായത് ഒന്നിലധികം ആൾക്കാരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെ, ഒന്നിലധികം പേര് തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളപ്പോഴാണ് ഇന്റർ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ അത് ഇന്റർസെക്ഷനാലിറ്റി ഉദ്ദേശിക്കുന്നത് നോക്കിക്കേ. ഇറ്റ് എക്സാമിൻസ് ഹൗ ഓവർലാപ്പിംഗ് ഐഡന്റിറ്റീസ് ക്രിയേറ്റ് സ്പെസിഫിക് വൾണറബിലിറ്റീസ് സച്ച് ആസ് ചൈൽഡ് മാരേജ്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. അത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോ ആദിവാസി പെൺകുട്ടികൾക്കെതിരെ ആയിട്ടുള്ള അതിക്രമങ്ങൾ, അതായത് ആദിവാസി പെൺകുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും അവരുടെ പെട്ടെന്നുള്ള ചൈൽഡ് മാരേജും നമുക്ക് എടുക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അതിക്രമങ്ങളും അല്ലെങ്കിൽ ചൈൽഡ് മാരേജ് പോലത്തെയൊക്കെ അവരുടെ കേസിൽ ഉണ്ടാവുന്നത്? ഒന്നാമത്തെ കാര്യം, അവര് പെൺകുട്ടികളാണ്, അതുകൊണ്ടാണ് ഈ അബ്യൂസും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് വരുന്നത്. എന്നാൽ അത് മാത്രമാണോ റീസൺ? എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ അബ്യൂസ് നേരിടേണ്ടി വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പെൺകുട്ടികളാണ്, പിന്നെന്താണ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണ്, അതേപോലെ തന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, മാത്രമല്ല എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആരും ചോദിക്കാനില്ല, അവർ പാവങ്ങളാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് എല്ലാവർക്കും. അപ്പൊ ഒറ്റ റീസൺ കാരണമാണോ അവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ കൂടുന്നത്? അല്ലല്ലോ. ഒന്നിലധികം റീസൺസ് കാരണം ഒരാൾക്കെതിരെയായിട്ട് വയലൻസ് കൂടുക, അല്ലെങ്കിൽ ഒരാൾ വൾണറബിൾ ആവുക. വൾണറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദുർബലര്, അവര് വീക്ക് ആവുക. ഓക്കെ. അപ്പൊ ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ. ഒന്നിലധികം കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഒന്നിലധികം കാരണങ്ങൾ കൊണ്ട് ഒരാൾ വൾണറബിൾ ആവുക, മോർ ദാൻ വൺ റീസൺസ് കാരണം, അല്ലെങ്കിൽ കുറേ റീസൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് അവർക്ക് ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരിക. അതിനെയാണ് നമ്മൾ ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് അവിടെ ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞത് ആദിവാസി കുട്ടികളുടെ ചൈൽഡ് മാരേജും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ ചൈൽഡ് മാരേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ലൈക്ക് രാജസ്ഥാൻ, ഗുജറാത്ത്, അവിടെയൊക്കെ ഈ ചൈൽഡ് മാരേജ് ഭയങ്കര കോമൺ ആയിരുന്നു. ബാലവിവാഹം ഭയങ്കര കോമൺ ആയിരുന്നു. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിലും, എത്ര പണക്കാരന്റെ മക്കളാണെന്നുണ്ടെങ്കിലും അവരെന്താണ്, ചൈൽഡ് മാരേജ് അവിടെ നടത്തും. അതപ്പോ ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയതുകൊണ്ടല്ല, അവരുടെ ആ ഒരു റീജിയൻ അങ്ങനെ ആയതുകൊണ്ട്, അവരുടെ ഒരു കൾച്ചർ അങ്ങനെ ആയതുകൊണ്ടാണ്. മാത്രല്ല പെൺകുട്ടികളും ചെറിയ കുട്ടികൾ എന്നുള്ളത് കൊണ്ടും കൂടിയാണ് പെട്ടെന്ന് മാരേജ് നടത്തുന്നത്. ദാറ്റ് മീൻസ് ഒന്നിലധികം റീസൺസ് അവിടെ നടക്കുന്നുണ്ട്. നോക്കിക്കേ, പിന്നെ അവിടെ ചൈൽഡ് മാരേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ലോസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ചൈൽഡ് മാരേജ് ഒന്നും പ്രിവെന്റ് ആയിട്ടില്ല. ചൈൽഡ് മാരേജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ intersectional discrimination occurs when multiple grounds of discrimination, gender and ethnicity operate simultaneously. എപ്പോഴാണ് ഈ ഇന്റർസെക്ഷനാലിറ്റി വർക്ക് ചെയ്യുക? ഒന്നിലധികം റീസൺസ്, ഒന്നിലധികം ഡിസ്ക്രിമിനേഷൻ ഫാക്ടേഴ്സ് ഒരുമിച്ച് സൈമൾട്ടേനിയസ്ലി വരുമ്പോഴാണ് ഈ ഇന്റർസെക്ഷനാലിറ്റി വരിക. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണ്ടുള്ളൂ. ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ റീസൺ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കാരണം ഒരാള് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കേണ്ടി വരിക, ഒരാൾ വൾണറബിൾ ആവുക, ഒരാൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരിക. അതിനെയാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസിക്വൻസസ് ഓഫ് ഇമ്പാക്ട് ഓഫ് വയലൻസ് ഓൺ ചിൽഡ്രൻ. ഇത് വന്ന മക്കളെ സുഖമായിട്ട് 10 മാർക്കിന് എഴുതാം. കാരണം എന്താ? ആദ്യം മുതൽ നമുക്ക് തുടങ്ങാം. എന്താണ് വയലൻസ്, എന്താണ് വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ, അതിന്റെ ഇമ്പാക്ട് എന്താണ്, എന്നിട്ട് പിന്നെ അതിന്റെ കോൺസിക്വൻസസ് എന്താന്നുള്ളത് നോക്കാം. ഓക്കെ. എന്താണ് ഇതെല്ലാം ഓരോ സബ് ഹെഡിങ് ആയിട്ട് എഴുതാട്ടോ. അറ്റ് ദ എൻഡ് മാക്സിമം എവിടെ പോയി നിൽക്കും? ഡെത്ത് ആണ്. കുട്ടി സൂയിസൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വയലൻസ് കാരണം അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുട്ടികളെ മരിച്ചു പോവാ, അല്ലെ? അപ്പൊ അറ്റ് ദ എൻഡ് മാക്സിമം പോവാവുന്ന എൻഡ് എന്ന് പറയുന്നത് ഡെത്ത് ആണ്. പിന്നെ അതും അല്ലാന്നുണ്ടെങ്കിൽ ഈ വയലൻസ് ഒക്കെ കാരണം ഒരുപാട് സിവിയർ ഇഞ്ചുറീസ് കുട്ടികളുടെ ബോഡി പാർട്സിലും അതേപോലെ തന്നെ ഭയങ്കര വലിയ ഇഞ്ചുറീസ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യും. ചെറുപ്പത്തിലേക്ക് ഒരുപാട് ചീത്തയും അടി ഇടി കുത്തൊക്കെ കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, വലുപ്പത്തിൽ അവര് ഭയങ്കര, അതായത് ഡിപ്രഷൻ പോലുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരു ബുദ്ധിപരമായിട്ടോ അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഇഷ്യൂസ് അവര് കാണിക്കുന്നുണ്ട്. ഇപ്പൊ
നിങ്ങൾ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലം കണ്ടു എന്ന് എനിക്കറിയില്ല. അതിലങ്ങനെയാണല്ലോ, ചെറുപ്പത്തിൽ കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും വന്നതിന്റെ ആ ഒരു സൈഡ് എഫക്റ്റ് ആണ് അവര് ബാക്കി വലുതായിട്ടും അവർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, നെഗറ്റീവ് കോപ്പിംഗ് ആൻഡ് ഹെൽത്ത് റിസ്ക് ബിഹേവിയർ, അതായത് ഒന്നിനോട് സഹകരിക്കാതെ ഒറ്റയ്ക്ക് ഇരിക്കുക, പിന്നെ സ്വയം സൂയിസൈഡൽ ടെൻഡൻസീസ് ഒക്കെ കാണിക്കുക, അതേപോലെ തന്നെ അൺഇൻറ്റൻറ്റഡ് പ്രഗ്നൻസീസ്. ഇപ്പൊ നിങ്ങൾ ഈ റീസെന്റ് ആയിട്ട് കേട്ടിട്ടുണ്ടാവും, കാസർഗോഡ് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്രസവിച്ചു. അതിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് അച്ഛനാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അതെല്ലാം ആ കുട്ടിയോട് ഒരുപാട് സംസാരിച്ചതിന് ശേഷമാണ് അവർക്കത് മനസ്സിലായത്. അപ്പൊ ആ കുട്ടി എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, ദെൻ അത് മാത്രല്ല, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇപ്പോ നിങ്ങൾ തന്നെ ഇപ്പൊ വളാഞ്ചേരി ഈ അടുത്ത ന്യൂസ് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് കുറെ പേരിങ്ങനെ ഡ്രഗ്സ് ഒരേ സിറിഞ്ചിൽ നിന്നും യൂസ് ചെയ്തിട്ട് അവർക്ക് എല്ലാവർക്കും ഈ എയ്ഡ്സ് പോലത്തെ അസുഖങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അതാ നമ്മൾ അവിടെ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നാണ് പറയുന്നത്. അതായത് പെട്ടെന്ന് ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന പോലത്തെ അല്ലാത്ത അസുഖങ്ങൾ. അതേപോലെ തന്നെ ഇമ്പാക്ട് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ. ഇതൊക്കെ പോട്ടെ, കുട്ടി മരിച്ചു പോവുകയാണെങ്കിൽ അതോടുകൂടി ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണേൽ പറയാം, അത്രയും അനുഭവിച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അല്ലാത്തവരാണെങ്കിലോ അവരുടെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി എല്ലാം താറുമാകും, അത്രയും പ്രശ്നങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമം എന്ന് പറയുന്നത് ചെറിയ മക്കളാണ്. അവരുടെ മൈൻഡിലേക്ക് എങ്ങനെ വരും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. സോ നമ്മൾ അവരോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എന്താണ്, അത്രയും കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ തമിഴ്നാട്ടിലത്തെ കുട്ടികൾ മെയിൻ റൂട്ട് കോസസും അവരുടെ വൾണറബിലിറ്റിയുടെ റീസൺസ് ആണ് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി നമുക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ ഉള്ള ഒരു ടോപ്പിക്കാണ്, അത്യാവശ്യം കയ്യിൽ നിന്ന് എടുത്ത് എഴുതാവുന്നതാ. എന്തുകൊണ്ടാണ് ഇവർ വൾണറബിൾ ആവുന്നത്? എന്താണ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. അതായത് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ തന്നെ പാരന്റിങ്, അങ്ങനത്തെ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഒരുപാട് ഉണ്ടായിരിക്കാം. പിന്നെ ഡിസബിലിറ്റി, കുട്ടി ഇപ്പം ഫിസിക്കലി ഡിസേബിൾഡ് ആണ് എന്ന് വിചാരിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്, ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ മെന്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടി ലൈക്ക് ഓട്ടിസം അല്ലാന്നുണ്ടെങ്കിൽ ADHD പോലത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെയും നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാവരുടെ കൂട്ടത്തിൽ അത്രയും നല്ല മനസ്സുള്ളവർ മാത്രമേ അതിന് ചെയ്യുള്ളൂ. പക്ഷെ പൊതുവെ ഒരു സഹതാപത്തോടു കൂടിയും എന്താ പറയാ ഒരു മാറ്റി നിർത്തുന്ന ഒരു ശീലം എപ്പോഴും കാണാറുണ്ട്. അതേപോലെ തന്നെയാണ് മാൾ ട്രീറ്റ്മെന്റ്. എന്താണ്, ചൈൽഡ്ഹുഡിൽ പ്രോപ്പർ ആയിട്ടുള്ള കെയറും കാര്യങ്ങളും ഒക്കെ കിട്ടാതെ വരുമ്പോൾ അതും ഈ വൾണറബിലിറ്റിക്ക് ഒരു റീസൺ ആണ്. പിന്നെ എൻവറോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിക്കൽ സ്റ്റാറ്റസ് ആയിരിക്കാം, അതേപോലെ തന്നെ നമ്മുടെ റീജിയൻ, എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് ആ ഒരു റീജിയൻ, നമ്മൾ ഫോളോ ചെയ്യുന്ന കൾച്ചേഴ്സ്, പിന്നെ മെറ്റീരിയൽ ഡിപ്രിവേഷൻ, അതേപോലെ തന്നെ പാരന്റ്സ് എഡ്യൂക്കേഷൻ ലെവൽ. ഒരു കുട്ടി വൾണറബിൾ ആവാനുള്ള ഒരു റീസൺ പാരന്റ്സും കൂടിയാണ്. കാരണം ആ പാരന്റ് ആ കുട്ടീനെ എങ്ങനെ വളർത്തുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എന്തിനും ഏതിനും വേണ്ട, ചീത്ത പറഞ്ഞു ഒന്നും വേണ്ട 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 എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് പൊതുവെ എന്താണ് ഒരു പേടി ഫീൽ ചെയ്യും എന്ത് ചെയ്യുമ്പോഴും. ഇപ്പൊ ചില പാരന്റ്സ് ഉണ്ട്, ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 3 വയസ്സൊക്കെയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെടുക്കുമ്പോഴും അവരെന്ത് ചെയ്യും, അയ്യോ അത് തുടരുത്, ഇത് എടുക്കരുത്, അത് എടുക്കരുത്, മറ്റത് ചെയ്യരുത്, മറിച്ചത് ചെയ്യരുത്. ഇപ്പൊ അമ്മ ദോശയൊക്കെ ഉണ്ടാക്കുകയാണ്, കുട്ടി അടുത്തൊക്കെ വന്ന് ഇരുന്നിട്ട് എണ്ണയൊക്കെ ആക്കണം എന്ന് പറയുകയാണെങ്കിൽ അയ്യോ കൈ കൊള്ളും. അങ്ങനെ നമ്മൾ എന്തിനും ഏതിനും അവരടുത്ത് വേണ്ട വേണ്ട നോ 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 പറയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നറിയോ, ആ കുട്ടിക്ക് മെല്ലെ മെല്ലെ അയ്യോ ഇതൊന്നും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു കൺസെപ്റ്റ് വരും. ഭാവിയിൽ ഉൾവലിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ കുട്ടികളെ പാരന്റിങ്ങിന്റെ കേസിൽ എപ്പോഴും നമ്മളൊരു 80-20 റൂൾ എന്ന് പറഞ്ഞൊരു റൂൾ ഉണ്ട്. അതായത് നമ്മൾ ഒരു ദിവസം ഒരു കുട്ടിയോട് 80% കാര്യങ്ങളും പോസിറ്റീവായിട്ട് പറയണം. ഓക്കെ, 20% മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നുള്ളത് 20% മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കഥ അടിച്ചു വിടാവുന്നതാണ്. ഓരോന്ന് സബ് ഹെഡിങ് ആയിട്ട് എഴുതുക, എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കിയിട്ടുള്ളത്. നമുക്കൊന്നും കൂടി ആദ്യം മുതൽ നോക്കി നോക്കാട്ടോ, ഈ ചാപ്റ്റർ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നെന്നുള്ളത് ഫസ്റ്റ് മുതൽ നമുക്കൊന്ന് നോക്കി നോക്കാം. എന്തൊക്കെയാണ് വയലൻസ്, എന്താണ് വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ, എന്താണ് ഏതൊക്കെയാണ് ഡിഫറെന്റ് ഫോം.
maltreatment, bullying, youth violence, intimate partner violence, സെക്ഷൽ വയലൻസ്, ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ. അതേപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിലത്തെ കേസുകൾ നമ്മൾ പറഞ്ഞു, അബ്യൂസ് ഓഫ് ട്രസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, പിന്നെ ഡ്രഗ് ഡിപ്പെൻഡൻസി, അതേപോലെ തന്നെ അതിൻ്റെ റീസൺസ് എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, ഓൺലൈൻ അബ്യൂസ്, types of online abuse, suicidal tendency, factors which are leading to suicidal tendency, പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷനാലിറ്റി, അതേപോലെ തന്നെ കോൺസിക്വൻസസും ഫാക്ടേഴ്സും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നമുക്ക് കയ്യിൽ നിന്നെടുത്ത് ജസ്റ്റ് ഒന്ന് ടോപ്പിക്സ് സബ് ഹെഡിങ് വായിച്ചാൽ പോലും എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും പോലെയല്ല, ജനറൽ ആയിട്ട് എഴുതാവുന്ന ചാപ്റ്ററാണ്. താങ്ക് യു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ ബൈ.